അടുത്ത ടോപ്പിക്ക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് 2 point ചാർജസ്. പൊട്ടൻഷ്യൽ എനർജി ഞാൻ ചുരുക്കി യു എന്നാണ് എഴുതിയിരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ സിസ്റ്റം ഓഫ് 2 point ചാർജസ്. നമ്മുടെ കയ്യിൽ ഒരു സിസ്റ്റമുണ്ട്. സിസ്റ്റം ഇരിക്കുന്നത് ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലാണ്. ആ സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ 2 ചാർജുകളുമുണ്ട്. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തത് എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലുള്ള ഒരു സിസ്റ്റത്തിൽ ഒരു ചാർജ് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു പൊട്ടൻഷ്യൽ എനർജി എന്നാണ്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആ സിസ്റ്റം നമ്മൾ ഒരു ഇലക്ട്രിക് ഫീൽഡിൽ വയ്ക്കുന്നു. ആ സിസ്റ്റത്തിൽ ഒരു ചാർജിന് പകരം 2 ചാർജുകൾ ഉണ്ടെങ്കിൽ എന്തായിരിക്കും ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി. അതിനുവേണ്ടി നമ്മളൊരു സിസ്റ്റത്തെ കൺസിഡർ ചെയ്യുന്നു. ഞാനൊരു റെക്റ്റാങ്കുലർ ബോക്സ് വരച്ചിട്ടുണ്ട്. അതാണ് നമ്മുടെ സിസ്റ്റം. ആ സിസ്റ്റം ഇരിക്കുന്നത് പിയിൽ വെച്ചിരിക്കുന്ന ക്യൂ എന്ന് പറയുന്ന സോഴ്സ് ചാർജ് കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ്. പി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു സോഴ്സ് ചാർജ് വെച്ചിട്ടുണ്ട്. ആ സോഴ്സ് ചാർജ് കാരണം അതിന് ചുറ്റും ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. അങ്ങനെയുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ് ഞാൻ ഈ സിസ്റ്റത്തിനെ കൊണ്ട് വെച്ചിരിക്കുന്നത്. സിസ്റ്റത്തിൻ്റെ ഉള്ളിൽ 2 പോയിന്റുകളെ കൺസിഡർ ചെയ്യുന്നു. പോയിന്റ് എ, പോയിന്റ് ബി. 2 പോയിന്റുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് R12. ക്യൂ എന്ന് പറയുന്ന ആ സോഴ്സ് ചാർജ് കാരണം എ എന്ന് പറയുന്ന പോയിന്റിൽ ഓൾറെഡി ഉള്ള പൊട്ടൻഷ്യലാണ് V1. ബി എന്ന് പറയുന്ന പോയിന്റിൽ ക്യൂ എന്ന് പറയുന്ന സോഴ്സ് ചാർജ് കാരണം ഓൾറെഡി ഉള്ള പൊട്ടൻഷ്യലാണ് V2. അതായത് ചാർജുകളെ കൊണ്ടുവരുന്നതിന് മുമ്പ് തന്നെ അവിടെ എന്തുണ്ട്? പൊട്ടൻഷ്യൽ ഉണ്ട്. ആര് കാരണം? ഈ സോഴ്സ് ചാർജ് കാരണം. V1 ആണ് എയിലെ പൊട്ടൻഷ്യൽ, V2 ആണ് ബിയിലെ പൊട്ടൻഷ്യൽ. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ടോട്ടൽ വർക്ക് ഡൺ കണ്ടുപിടിക്കണം. എന്തിനു വേണ്ടി? Q1 എന്ന് പറയുന്ന ചാർജിനെ എ എന്ന് പറയുന്ന പോയിന്റിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള വർക്ക് ഡണ്ണും ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് Q2നെ കൊണ്ടുവരാനായിട്ടുള്ള വർക്ക് ഡണ്ണും കണ്ടുപിടിച്ച് അത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ സിസ്റ്റത്തിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കിട്ടും. ടോട്ടൽ പൊട്ടൻഷ്യൽ എനർജി എന്താണ്? W1 പ്ലസ് W2 ആണ്. W1 കണ്ടുപിടിക്കാം. W1 ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ VA ഇൻറ്റു വരുന്ന ചാർജ് Q1. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് എ എന്ന് പറയുന്ന പോയിന്റിൽ സോഴ്സ് ചാർജ് Q കാരണം ഓൾറെഡി ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതാണ് V1. അങ്ങനെയെങ്കിൽ VAക്ക് പകരം എന്ത് കൊടുക്കാം? V1 കൊടുക്കാം. ഇൻറ്റു വരുന്ന ചാർജ് Q1. V1 ഇൻറ്റു Q1 ആണ് W1. അത് ഞാൻ താഴേക്ക് എഴുതിയിരിക്കുന്നു. W1 ഈക്വൽ ടു V1 ഇൻറ്റു Q1. അത് ഇക്വേഷൻ 1 ആണ്. ഇനി W2 കണ്ടുപിടിക്കാൻ പോകുന്നു. W2 Q2നെ കൊണ്ടുവരാനായിട്ടുള്ള വർക്ക് ഡൺ ആണ്. അതിനുവേണ്ടി നിങ്ങൾ ബി എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കൂ. Q എന്ന് പറയുന്ന സോഴ്സ് ചാർജ് കാരണം ഓൾറെഡി ബി എന്ന് പറയുന്ന പോയിന്റിൽ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട്. അതാണ് V2. ഇനി രണ്ടാമത്തെ ചാർജിനെ കൊണ്ടുവരുമ്പോൾ ഓൾറെഡി ഒരു ചാർജിനെ നമ്മൾ കൊണ്ടുവന്ന് എവിടെ വെച്ചിട്ടുണ്ട്? എ എന്ന് പറയുന്ന പോയിന്റിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ബി എന്ന് പറയുന്ന പോയിന്റിൽ 2 തരത്തിലുള്ള പൊട്ടൻഷ്യൽ ഉണ്ടാകും. ഒന്ന് സോഴ്സ് ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ V2. 2 Q1 എന്ന് പറയുന്ന ചാർജ് കാരണമുണ്ടാകുന്ന പൊട്ടൻഷ്യൽ അറ്റ് ബി. 2 പൊട്ടൻഷ്യൽ ഉണ്ടാകും. ഒന്ന് സോഴ്സ് ചാർജ് കാരണമുണ്ടാകുന്ന പൊട്ടൻഷ്യൽ, 2 Q1 കാരണമുണ്ടാകുന്ന പൊട്ടൻഷ്യൽ. ആ 2 പൊട്ടൻഷ്യലും കൂടി നമ്മൾ ആഡ് ചെയ്തെങ്കിൽ മാത്രമേ VB കിട്ടുകയുള്ളൂ. ബി എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ പൊട്ടൻഷ്യൽ കിട്ടുകയുള്ളൂ. നോക്കാം. W2 ഈസ് ഈക്വൽ ടു VB ഇൻറ്റു Q2. VB എന്ന് പറഞ്ഞാൽ എന്താണ്? ബി എന്ന് പറയുന്ന പോയിന്റിലെ ടോട്ടൽ പൊട്ടൻഷ്യലാണ് ഇൻറ്റു Q2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ചാർജ്. VB എന്ന് പറയുന്നത് 2 പൊട്ടൻഷ്യലുകളുടെ സമ്മാണ്. ഒന്ന് സോഴ്സ് ചാർജ് കാരണം ഉണ്ടാകുന്ന ബിയിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ, 2 Q1 എന്ന് പറയുന്ന ചാർജ് കാരണം ബിയിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ. സോഴ്സ് ചാർജ് കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയാണ്? V2. ഇനി Q1 ഇവിടെ വന്നു കഴിഞ്ഞാൽ Q1 കാരണം ബിയിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ എന്താണ്? ഡിസ്റ്റൻസ് എന്താണ്? R12. വരുന്ന ചാർജ് എത്രയായിരുന്നു? Q1. അങ്ങനെയെങ്കിൽ സുഖമായി നമുക്ക് കണ്ടുപിടിക്കാം 1/4πε0 Q1 ഡിവൈഡഡ് ബൈ R12. ഇത്രയുമാണ് നമുക്ക് VBക്ക് പകരം കിട്ടുക. 2 പൊട്ടൻഷ്യലുകളുണ്ട്. ഒന്ന് V2ഉം രണ്ടാമത്തെ Q1 കാരണം ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ നമ്മൾ സം ചെയ്തെഴുതി ഇൻറ്റു Q2. Q2 നമുക്ക് ഉള്ളിലേക്ക് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ W2 ഈസ് ഈക്വൽ ടു V2 ഇൻറ്റു Q2. V2 Q2 പ്ലസ്
ഈ Q1ൻ്റെ കൂടെയും കൂടി Q2 മൾട്ടിപ്ലൈ ചെയ്ത് വരും 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R12 ഇതാണ് W2. അങ്ങനെയെങ്കിൽ ടോട്ടൽ വർക്ക് ഡൺ എത്രയാണ്? W1 പ്ലസ് W2. W1ന് പകരം എന്ത് കൊടുക്കാം? V1 Q1 കൊടുക്കാം. V1 Q1 പ്ലസ് W2ന് പകരം V2 Q2 പ്ലസ് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R12 ഇതാണ് ടോട്ടൽ വർക്ക് ഡൺ. ഇത് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജി. U is equal to V1 Q1 പ്ലസ് V2 Q2 പ്ലസ് 1/4πε0 Q1 Q2 ഡിവൈഡഡ് ബൈ R12.